നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ അദാനി പോർട്ട്, അതായത് നമ്മുടെ വിഴിഞ്ഞത്തെ തുറമുഖം, അതിൻ്റെ ഓഹരികളിലെ 49% MSC പോലെയുള്ള ലോകത്ത് പല ഭാഗങ്ങളിലും ഈ മയക്കുമരുന്ന് കച്ചവടം അടക്കം നടത്തി ഒരു നൊട്ടോറിയസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന ഒരു കമ്പനിക്ക് അദാനി ഗ്രൂപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളാണ് ചർച്ചയിൽ വരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ദിവ്യേഷ് അയ്യർ IAS അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പകരം രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ വിശദമായൊരു പരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരാളെ ഒരു നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ പലതും രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. രത്തൻ യു ഖേൽക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ രത്തൻ യു ഖേൽക്കർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിഷ്പക്ഷമായി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു നോട്ടീസിൽ ഈ നമ്മുടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദത്തിന് തിരികൊളുത്തുന്നത്. അപ്പോൾ ഒരു അട്ടിമറി എവിടെയൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു നോട്ടീസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് വരിക എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന കൈയായിപ്പോയി എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അന്നേരം അദ്ദേഹം അതിന് നൽകിയ ഒരു വിശദീകരണം അതൊരു ക്ലറിക്കൽ എററാണ് എന്നാണ്. അതത്ര മതിയായ ഒരു വിശദീകരണമായി ഇപ്പോഴും നമുക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ VD സതീശൻ എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആദ്യം നടത്തിയ നിയമനം അതായിരുന്നു. അദ്ദേഹത്തിനെ സെക്രട്ടറി ആക്കി മാറ്റുക എന്ന് പറയുന്ന നിയമനമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ തീർച്ചയായും അദാനി പോർട്ടിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തു. സ്വാഭാവികമാണ്, കാരണം തുറമുഖ വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്ന സാഹചര്യം, സവിശേഷമായ സാഹചര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ പറയുന്ന ഒരു മാസം പൂർത്തിയാക്കും മുൻപ് തന്നെ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അദാനി ഗ്രൂപ്പ് അവരുടെ ഓഹരികളിൽ 1300 കോടിയുടെ ഓഹരികൾ, ഏകദേശം 49% ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കുന്നു. അതായത് അവർ ലോകത്ത് ആകമാനം 1000-ലധികം ഷിപ്പുകളാണ് ഈ പറയുന്ന ട്രാൻസിറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനിക്കാണ് വിൽക്കുന്നത്. അതായത് ഒരു കപ്പൽ മുതലാളിക്ക് ഒരു തുറമുഖത്തിൻ്റെ മുതലാളിത്തം കൂടി നൽകുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം. എന്നാൽ ഇവർക്ക് 74% ഓഹരികളും വിൽക്കാം എന്നുള്ള ഒരു കരാർ ഇതിനകത്തുണ്ട്. പക്ഷേ ആ കരാറിൽ സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ എന്ന് നിയമമുണ്ട്, കരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കരാറുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 49% വരുന്ന കരാറ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കായി ഈ അദാനി ഗ്രൂപ്പ് നൽകുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഇത്രയും വലിയ ഒരു ഇടപാട് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് വാസ്തവം. ഇനി ദിവ്യേഷ് അയ്യർ എന്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ആശങ്ക. ആ ദിവ്യേഷ് അയ്യർ അവിടെ ഇരിക്കുന്ന കാലത്തോളം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ശ്രമങ്ങളെയും ശക്തമായ എതിർത്ത ഒരാൾ തന്നെയാണ് ദിവ്യേഷ് അയ്യർ എന്ന് നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് ഏകപക്ഷീയമായുള്ള ഇതേപോലെ നടത്തിയ ഓഹരി കൈമാറ്റത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങൾ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണഗതിയിൽ അതിൻ്റെ 25% മുകളിലുള്ള ഓഹരി കൈമാറ്റം നടത്തുമ്പോൾ തീർച്ചയായും സർക്കാരിനെ മുൻകൂർ അറിയിക്കണം എന്നുള്ള കർശന വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഇതിനു മുൻപും ഈ അദാനി ഗ്രൂപ്പ് 49% ഓഹരികൾ വിൽക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിന് സർക്കാരിനെ അറിയിക്കാതെ നടത്തിയ ഈ ഒരു നീക്കത്തിനെ നിയമപരമായും അല്ലാതെയും നേരിട്ട ഒരു ആളിൻ്റെ പേര്, ഉദ്യോഗസ്ഥയുടെ പേര് ദിവ്യേഷ് അയ്യർ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ, തിരുവനന്തപുരത്തെ UDF കൗൺസിലറായിരിക്കുന്ന ശബരിനാഥൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഭാര്യയായ ദിവ്യേഷ് അയ്യരെ വളരെ നിർദാക്ഷിണ്യം ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരു BJPയുടെ സംഘപരിവാറുകാരുടെ കുഴലൂത്തുകാരനെ നിയമിച്ചത് എന്ന് നമ്മൾ സംശയത്തോടു കൂടി പറയേണ്ടി വരും. അപ്പോൾ അവിടെ ദിവ്യേഷ് അയ്യർ ഇതിനു മുൻപും ഈ അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഇത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം.
മൾട്ടി ഓപ്പറേറ്റിംഗ് വ്യവസ്ഥ സംവിധാനം ഇല്ലാതാക്കൽ എന്ന് പറയുന്ന ഒരു നിയമലംഘനത്തിലേക്ക് അദാനി ഗ്രൂപ്പ് നീങ്ങിയിരുന്നു. എന്താണ് മൾട്ടി ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം? അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് നിരവധി മറ്റ് കമ്പനികളിൽ നിന്നുള്ള ഷിപ്പുകൾക്ക് വന്നടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സാഹചര്യം, അതായത് മൾട്ടി ക്ലയൻറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു സാഹചര്യം അതില്ലാതാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ശ്രമം. അതായത് അദാനി ഗ്രൂപ്പ് ആർക്കൊക്കെയാണോ ഓഹരി വിൽക്കുന്നത് അതിൻ്റെ ഉടമസ്ഥർക്ക് മാത്രമേ ഒരു കുത്തകയായി വിഴിഞ്ഞം പോർട്ടിനെ കൊണ്ടു നടക്കുകയും തുടർന്ന് അവർക്ക് മാത്രമായി വിഴിഞ്ഞത്തേക്ക് ചരക്ക് നീക്കം നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ വ്യവസ്ഥയുടെ ലംഘനത്തിലൂടെ സാധ്യമാകുന്നത്. എന്നാൽ അതിനെതിരെയും ആ കുത്തകവൽക്കരിക്കാൻ പോകുന്ന ആ നീക്കത്തിനെതിരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് മാത്രമായി ഇതിനുള്ള അധികാരം വെസ്റ്റ് ചെയ്യുന്നതിനെതിരെ, നിക്ഷിപ്തമാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടും ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് എന്താ? മറ്റ് കമ്പനികളുടെ ഷിപ്പുകൾ, മറ്റ് കമ്പനികളുടെ കപ്പലുകൾ ട്രാൻസിറ്റുമായി നമ്മുടെ ഇവിടേക്ക് ചരക്ക് നീക്കത്തിനായി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നതിനെ തടയുന്നതിന് ഈ വ്യവസ്ഥാ ലംഘനം കൊണ്ട് സാധിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ദിവ്യ എസ് അയ്യർ ശക്തമായ നിലപാട് സ്വീകരിച്ചതും ദിവ്യ എസ് അയ്യരെ കണ്ണിലെ കരടാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതും അദാനി ഗ്രൂപ്പിൻ്റെ. പിന്നെന്താ, ഈ പറയുന്ന കരാർ വ്യവസ്ഥകളിൽ ആ ഒരു കരാർ വ്യവസ്ഥയ്ക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്വന്തം നിലയിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയും നടപ്പിലാക്കാതെ ദിവ്യ എസ് അയ്യർ തടഞ്ഞു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനകത്ത് 26% ഓഹരി ഒഴിച്ച് ബാക്കി ഓഹരികൾ വിൽക്കാം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്കാക്കിക്കൊണ്ട് സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ഇത് കച്ചവടം ചെയ്യാൻ അദാനി ഗ്രൂപ്പ് ശ്രമിച്ചു. അതിനകത്ത് മറ്റൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും വിൽക്കാം, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അത് സർക്കാരിന് നേരിട്ട് അനുമതി അന്വേഷിച്ചുകൊണ്ട് കത്ത് നൽകുകയും ആ കത്ത് സർക്കാർ പഠിക്കുകയും ഇതുമൂലം വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അനുമതി നൽകൂ എന്ന് പറയുന്ന മറ്റൊരു വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയെ മറികടന്നുകൊണ്ടാണ് ഈ പറയുന്ന 26% മാത്രം കൈവശം വെച്ചുകൊണ്ട് 74% വിൽക്കാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിനെതിരെയും ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിഴിഞ്ഞം ഭാഗത്തായി അദാനി ഗ്രൂപ്പിന് ഏകദേശം 335 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുചെന്ന് പണയം വെച്ച് അവർക്ക് ധനസമാഹരണം നടത്താമെന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. എന്നാൽ അതിനെതിരെ ഈ ശക്തമായ നീക്കം ഈ പറയുന്ന ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടി പണയം വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയും ദിവ്യ എസ് അയ്യർ കൊണ്ടുവന്നു. അപ്പോൾ ദിവ്യ എസ് അയ്യർ ഇത്രയും കാര്യങ്ങൾ ഈ അദാനി ഗ്രൂപ്പിന് എതിരായി പ്രവർത്തിച്ച നിലവിലുള്ള ആ സാഹചര്യത്തിൽ അതിനെ മറികടന്നുകൊണ്ട് അദാനി ഗ്രൂപ്പിന് അനുകൂലമായി വ്യവസ്ഥകളെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനം ചെയ്തും വളച്ചൊടിക്കാനും ഈ പറയുന്ന ഇവർ ശ്രമിച്ചു, അല്ലെങ്കിൽ ശ്രമിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിലവിലുള്ള കരാർ വ്യവസ്ഥകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അതെല്ലാം അദാനി ഗ്രൂപ്പിന് അനുകൂലമായ രീതിയിലേക്ക് മാറ്റണം എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ആ രീതിയിൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നും കരുതിക്കുട്ടി തന്നെയാണ് രത്തൻ യു ഖേൽക്കറെ പോലെയുള്ള ഒരാളെ അവിടെ സെക്രട്ടറിയായി നിയമിച്ചത്. അപ്പോൾ ഒരു പക്ഷേ ആ സെക്രട്ടറി നിയമനത്തിൽ പോലും അദാനി ഗ്രൂപ്പിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നമ്മൾ സംശയിക്കേണ്ട ചില കാര്യങ്ങളാണ് മംഗലാപുര യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്ന വിവാദങ്ങൾ. അതൊരു വിവാദമായില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം അവിടെ നമുക്ക് മുഖ്യമന്ത്രി അവിടെ കാണാൻ പോയത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു അകന്ന ബന്ധുവിനെയാണ് എന്ന് ആണ് ഇപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ പൊതുജനം വിശ്വസിച്ചിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് പോലും പോയ കിളി തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള നിരവധി കൂടിക്കാഴ്ചകൾ മുൻപും പിൻപും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ ഒരു അനന്തരഫലമായി രത്തൻ യു ഖേൽക്കർ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും തുറമുഖത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു. ദിവ്യ എസ് അയ്യർ ഏതെല്ലാം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം മറികടക്കാൻ രത്തൻ യു ഖേൽക്കർ വഴിവിട്ട് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഏതുമില്ല. ഇതുകൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ, ഇപ്പം നിലവിലത്തെ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോഴും, ദിവ്യ എസ് അയ്യരെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴും സംഭവത്തിൽ എവിടെയൊക്കെയോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.